കേരളത്തിലെ ബി ജെ പി വിജയിക്കുമെന്ന് പറഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഒരുപാട് കടന്നുപോയി, കാലങ്ങളും മാറിപ്പോയി. ഈ കാലഘട്ടത്തിലാണ് ബി ജെ പി യഥാർത്ഥത്തിൽ ജയിക്കേണ്ടെന്ന് അനിവാര്യവുമാണ്. കാരണം ഇവിടെ ഒരു മാറ്റത്തിൻ്റെ ഒരു ആവശ്യം അനിവാര്യമാണ്. കാരണം എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി, ഞാൻ കുഞ്ഞിലെ തൊട്ടേ കണ്ടു വളർന്നത് ഇടതും വലതും ഭരിച്ച മറ്റൊരു പാർട്ടിക്കാരുടെ ഭരണം ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരാഗ്രഹം കാണും. ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മാടിയും വഴക്കും ബഹളം ഹർത്താളും അതൊക്കെയല്ലേ. അപ്പോൾ അതൊന്നുമില്ലാതെ സന്തോഷമായി അല്ല മാവേലി എങ്ങനെ വാണ്ടിരുന്നോ അതുപോലൊരു സമയം, ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ ഉണ്ടാവണം. പഴയ ആ പ്രൗഢി തിരിച്ചു വരണമെന്നുള്ള അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൻ്റെ ഒരു ആരെയും താങ്ങിയോ അല്ലെങ്കിൽ ആരെയും ഇതാക്കി പറയില്ല, എൻ്റെ മനസ്സിൻ്റെ ഏക ആഗ്രഹവും ഒരു താല്പര്യവും ബി ജെ പി കേരളം ഭരിക്കണമെന്നുള്ളതാണ്. കാരണം കേന്ദ്രം ബി ജെ പി ഇനി ഇപ്പോഴൊന്നും ബി ജെ പി ഇറങ്ങിപ്പോവില്ല, അത് ഉറപ്പാണ്. കാരണം വെച്ചാൽ ബി ജെ പി തന്നെയാണ് അവിടെ. അത് ഞാൻ പണ്ടേ പ്രവചിച്ച കാര്യമാണ്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. കേന്ദ്രത്തിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, കേന്ദ്രത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വന്നാൽ നരേന്ദ്രമോദി എന്നുള്ള മഹാനായ മനുഷ്യൻ 5 മുതൽ 15-20 കൊല്ലം ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. മനസ്സിലായില്ല. അതേ കണക്ക് തന്നെ ഞാൻ അതിനോടൊപ്പം പറഞ്ഞാണ്, ലോകം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കും. ലോകത്തെ വിറപ്പിക്കുന്ന മാരകമരാണ് മനുഷ്യനെ വേട്ടയിടും. വൈദ്യശാസ്ത്രം എൻ്റെ മുന്നിൽ പകച്ചു നിൽക്കും. കുട്ടികളും വൃദ്ധരും ഗർഭിണികളും നിരവധി മരിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അന്ന് ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലും പാർട്ടിക്കാരിലും പല ആൾക്കാരുടെയും എല്ലാവരെയും ഞാൻ സമീപിച്ചതെല്ലാം കൊണ്ട് കൊടുക്കുകയുണ്ടായി. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മളെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ബി ജെ പിയുടെ ഒരു ഭരണം അനിവാര്യമാണ്. വന്നേ തീരും. അത് വരാതിരിക്കാനും അല്ലെങ്കിൽ വന്നൂടാ എന്ന് ശാഠ്യം പിടിക്കുന്നതായ കുറേയേറെ പാർട്ടികളുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ഓരോ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ ഇതൊന്നും പാടില്ല. കാരണം കേരളത്തിലെന്ന് പറഞ്ഞാൽ ലോകം മൊത്തവും കേരളീയരെ നല്ലൊരു മാന്യതയും ബഹുമാനത്തോടെ കാണുന്നതാണ്. അപ്പം അന്നേരം നമുക്ക് ആ ഒരു പ്രൗഢി തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി ഇവിടെ വരണം. തീർച്ചയായിട്ടും എൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി, അത് ഞാനൊന്ന് പറഞ്ഞതിന് വേണ്ടി തൃശ്ശൂർ ആദ്യമായിട്ട് എന്നെ ചാനലിങ്ങനെ എടുക്കാമെന്ന് അന്ന് ഇലക്ഷൻ ഇതിൻ്റെ ഒന്നും ആയില്ലല്ലോ. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞ് കണക്ക് തൃശ്ശൂർ സുരേഷ് ഗോപി പ്രാവശ്യം 2 കൊല്ലം പ്രാവശ്യം തോറ്റെങ്കിൽ ഈ പ്രാവശ്യം വിജയിക്കും, ഉറപ്പായിട്ടും വിജയിക്കും. ഇത്രയും പറഞ്ഞതിന് ഈ തൃശ്ശൂരല്ലാത്ത ആൾക്കാർ പോലും എനിക്ക് അറിയാവുന്നതായ ഒരുപാട് പേരും ഇവരൊന്നും അറിയുന്നില്ല, നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഈ തൃശ്ശൂരുകാരെന്ന് പറയുന്ന അടിച്ചുകൊണ്ട് മോശമായ കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലായി. അപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ കൊല്ലത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഇപ്പം നിലവിൽ മുകേഷും പ്രേമേന്ദ്രനുമാണ് കൊല്ലത്തെ കാര്യം പറയുകയാണെങ്കിൽ. പക്ഷേ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ നിശ്ചയിക്കാത്ത സ്ഥിതിക്ക് ഈ കാഴ്ചപ്പാടിൽ കൊല്ലം പ്രേമേന്ദ്രൻ തന്നെ നല്ല രീതിയിൽ വിജയിക്കും. അതൊന്ന് കേരളത്തിൽ ബി ജെ പി സീറ്റ് പിടിക്കും. അതെന്ത് സംശയം? ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഇപ്പോൾ തുച്ഛമായി കുറച്ച് മാസത്തിന് മുമ്പേ ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞു. ഇവർക്കെല്ലാം ഞാൻ ചാനലിൽ പറഞ്ഞു. കാരണം ബി ജെ പി ആസ്ഥാനങ്ങൾ പോലും അവർക്ക് പോലും അമ്പരപ്പുണ്ടാക്കുന്ന, അവരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോട്ടിൻ്റെ തോത് വർധനവും അവർ ഞെട്ടിപ്പോവും. അവർ പോലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൊക്കെ ആയിരിക്കും ഇവർക്ക് സ്ഥാനങ്ങൾ ഉണ്ടാവാൻ പോകുന്നതും. മാത്രമല്ല ബി ജെ പി പ്രാവശ്യം വോട്ട് പിന്നെ വിജയിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. എനിക്ക് സത്യത്തിൽ മൊത്തം അവർ പിടിക്കണമെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ മനസ്സിൽ തെളിയുന്നതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ സുരേഷ് ഗോപി പിടിക്കും, തിരുവനന്തപുരം പിടിക്കും, പാലക്കാട് ഉണ്ടാവും, ആലപ്പുഴ ശോഭന സുരേന്ദ്രൻ സാധ്യതയാണ്. പക്ഷേ അവിടെ വൻ വർഗീയ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്.